വയനാട് പ്രകൃതി അതിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ച വേറിട്ട കാഴ്ചകളുടെ പുണ്യഭൂമി. നിരവധി ചരിത്ര സംഭവങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭൂമിക. വയനാട് ചുരം കയറിയെത്തിയ സായിപ്പിനെ ഭ്രമിപ്പിച്ച കറുത്ത പൊന്നു വിളയുന്ന നാട്ടിൽ എന്തു നട്ടാലും നൂറുമേനി വിളവ്. ഒരു കാലത്ത് വന്യമൃഗങ്ങളും കർഷകരും സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഈ മലയോര ഗ്രാമത്തിൽ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം നിത്യസംഭവം. കാടുവിട്ട് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ കർഷകർ നട്ടുനനച്ചുണ്ടാക്കുന്ന വിളകളെല്ലാം നശിപ്പിക്കുന്നു. വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നു. മനുഷ്യരെ കണ്ടാൽ ഓടിമറഞ്ഞിരുന്ന ആനയും കടുവയും പുലിയും കാട്ടുപോത്തുമെല്ലാം ഇന്ന് ഇടവഴിയിൽ പതുങ്ങിയിരുന്ന് മനുഷ്യരെ ആക്രമിച്ച് നരഭോജികളായി മാറി. ഭൂമിയിൽ ജീവിക്കാൻ തുല്യ അവകാശമുള്ള മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? കാടിൻ്റെയും നാടിൻ്റെയും താളം എവിടെയാണ് തെറ്റിയത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയല്ല ഈ ചിത്രം. വന്യമൃഗങ്ങൾക്കൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ വർത്തമാനകാല ജീവിതത്തിൽ നിന്നും കാലം പറയുന്ന കഥയാണ് ബാർബർ ജാനകി. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നു. മാതാവേ, ശ്രീരാമസമേതം പുഷ്പക വിമാനത്തിലേക്ക് പോയാലും? നിൽക്കൂ. പോകുന്നതിനു മുൻപ് ഒരാളോട് കൂടി യാത്ര പറയാനുണ്ട്. വിഭീഷണ, നിന്റെ ജ്യേഷ്ഠത്തിയമ്മയോട്. രാവണപത്നി മണ്ഡോദരിയോട്. ഈ സമയത്ത്? വിധവയെ കാണാൻ പോകുന്ന വിജയിച്ച രാജ്ഞി അല്ല വിഭീഷണ ഞാൻ. എനിക്ക് മണ്ഡോദരിയെ കാണണം. കവാടപാലകരെ, വാതിൽ തുറന്നാലും. ആരാ ഈ മുറിയിലേക്ക് വേണ്ടാത്ത വെളിച്ചം കടത്തിവിട്ടത്? ഓ, സീതാദേവിക്ക് പ്രണാമം. അങ്ങനെ അഗ്നിപരീക്ഷണവും കഴിഞ്ഞു അല്ലേ? എടി, നിന്നെ ഞാൻ 2 പാത്രം വെള്ളം കോരി വെക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് പിള്ളേരും മോണാക്ട് കളിക്കാം. അച്ഛാ, റിഹേഴ്സൽ അച്ഛാ. നടക്കാൻ കണ്ണു തെറ്റിയ 2 പിള്ളേരുടെ കൂടിയാ. പോ. ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച വന്നില്ലല്ലോ അമ്മ. കാണാൻ കൊതിയാവുക. പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാ അവര് പറയണ പോലെയല്ലേ നടക്കൂ ഉണ്ണി. ഒന്നിഴഞ്ഞു നീങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊന്ന് പോയിട്ട് വരാമായിരുന്നു. ഇപ്പൊ എനിക്ക് മിണ്ടി പറയാൻ പോലും ആരുമില്ലാണ്ടായി. ആര് പറഞ്ഞു ആരുമില്ലാന്ന്? ആ കള്ളൂടിനെ കെട്ടിച്ചു കൊടുക്കണ്ടേ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ ഉണ്ണി അതൊന്നും ആലോചിക്കണ്ട. ചേച്ചി വരും.
എത്രയൊക്കെ സോപ്പിട്ട് അലക്കിയാലടി വെളുക്കില്ലടി നിന്റെ മനസ്സ് പോലെ. ശവം, നർത്തകി, കലാമണ്ഡലം, കലാതിലകം, ഇതൊന്നും അല്ലടി പെണ്ണ്. ജീവിക്കാൻ അറിയണം. നിന്റെ പരട്ട തന്നെ പോലെ വായ തുറക്കും നുണ പറയാനല്ലടി. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ തന്റെ എന്തടി പറഞ്ഞത്? ഞങ്ങളടുത്ത് നല്ല കലാമണ്ഡലത്തിൽ ടീച്ചർ പോസ്റ്റ്, 5 ശമ്പളം. നീ കലാമണ്ഡലം കണ്ടിട്ടുണ്ട് കഴുത? ഏത് ഗതികെട്ട സമയത്തിലാണ് ആ ബ്രോക്കർ എന്നെ പറ്റിച്ചത്? നിങ്ങൾ ചോദിച്ചതൊക്കെ എന്റെ വീട്ടുകാര് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ ചെയ്തത്? IT കമ്പനിയിൽ ഒരു ജോലി, 1 ലക്ഷം രൂപ ശമ്പളം, താമസിക്കാൻ സ്വന്തമായൊരു ഫ്ലാറ്റ്, 32 വയസ്സെന്ന് പറഞ്ഞിട്ട് 52 വയസ്സുകാരനെ കെട്ടേണ്ടി വന്നൊരു ഗതികേട് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും ഉണ്ടാവില്ല. നീ 1 കിലോ നന്നാവില്ലടി. ഗ്യാസിന് ഇനി വില കൂടും അത്രേ. ഇനി എങ്ങോട്ട് കൂടാ? കാശുള്ളവൻ വിട്ടപ്പോ അത് ഗ്യാസ്, പാവപ്പെട്ടവൻ വിട്ടാൽ അത് വളി. ഈ വ്യവസ്ഥിതി മാറണം, എന്നാലേ നാട് നന്നാവും. പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരനൊരു നിയമം. പണമുള്ളവൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കും. പാവപ്പെട്ട നമ്മളെ പോലുള്ളവനോ ബീവറേജസിൽ പോയി ക്യൂ നിന്ന് ബുദ്ധിമുട്ടി എന്നും വീട്ടിൽ കൊണ്ടേ കഴിക്കാൻ പറ്റുമോ? ഈ വ്യവസ്ഥിതി മാറണം കരുണേട്ടാ. ഇവിടെ ആര് ഭരിച്ചാലും ഇതൊന്നും മാറില്ല. ഇവിടെയാണ് മാവോയിസ്റ്റുകൾ വരേണ്ടത്. രാഘവ, പതുക്കെ പറ, എനിക്കകത്ത് കിടക്കാൻ പറ്റില്ല. കരുണേട്ടാ, ഇതുപോലെ ഒന്ന് മുടി വെട്ടി തരാൻ പറ്റുമോ? ആരത്? നെയ്മർ. നെയ്ബറോ? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. മോനെ, ഇങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ കുറച്ചേറെ പണിയുണ്ട്. മോൻ ആദ്യം പോയി കുറച്ച് ഫെവിക്കോളും കുറച്ച് നൂൽക്കമ്പിയും കുറച്ച് സിമെന്റ് വാങ്ങി വാ. ഇങ്ങനെയൊക്കെ പൊക്കി നിർത്തണ്ടേ? മുടിവെട്ടാൻ വരുമ്പോ ആളെ കളിയൊക്കെ കരുണട്ടാ. ഇത് മുടിവെട്ടല്ല മോനെ, കച്ചറവെട്ടാ. ഇയാൾക്ക് കോപ്പറി മുടി വെട്ടാൻ ഒരു ബാർബർ വന്നേക്കും. ഉണ്ണി, എന്താ അമ്മ അച്ഛൻ വരാൻ വൈകുന്നേ? എന്റെ ഉണ്ണി പോയി കിടന്നോ. അച്ഛൻ വന്നാ അമ്മ വിളിക്കാട്ടോ. വാ. അമ്മ പാട്ട് കേൾക്കുന്ന മൊബൈൽ അച്ഛൻ കൊണ്ടുവരുമോ? അച്ഛൻ കൊണ്ടുവരും. സമയം ഒരുപാടായ മോന, ഞങ്ങള് പോട്ടെ. ഇരിക്കു ചന്ദ്രു, ഇത് എന്റെ വീടാണ്, ഐശ്വര്യമുള്ള വീടാ. ഇവിടെ നിന്നാണ് എന്റെ അച്ഛൻ കുടിച്ച് കിടന്ന് കുഴഞ്ഞു മറിച്ചത്. നിങ്ങൾ കഴിക്കടോ. ജാനോ, ഡി ജാനകി, കുറച്ച് വെള്ളം കൊണ്ടുപോടി. അവരെ ശല്യപ്പെടുത്തണ്ട മോഹന. ഇത് എന്റെ വീടാ. കൊണ്ടുവരും, കൊണ്ടുവന്നിരിക്കണം. അല്ല, ജാനകി ഇപ്പൊ ഡാൻസ് ഒക്കെ ഉണ്ടാ? ഉണ്ടെന്നോ? അമ്മ ഭരതനാട്യം, അച്ഛൻ മോഹിനിയാട്ടം, ഒരു നൊണ്ടി ചിക്കനുണ്ട്, അവന് കിടന്ന കിടപ്പിൽ കോലാട്ടം. നല്ല സംതൃപ്ത നൃത്യം കുടുംബം. അപ്പൊ മോഹന, ഗുഡ് നൈറ്റ്. ഉണ്ണി ഉറങ്ങിയോ? ഉറങ്ങി. എന്താ അത്ര വൈകിയത് വരാൻ? കടയടയ്ക്കാൻ നേരത്ത് 2 ആളും കൂടി വന്നു. പിന്നെ അതും കഴിയട്ടെ എന്ന് കരുതി. മോള് വിളിച്ചിരുന്നോ? അവളെന്താ പറഞ്ഞേ? എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ. പെട്ടുപോയി. ഇനി എന്താ ചെയ്യാ? അവളുടെ കണ്ണീര് കാണുമ്പോ സഹിക്കാൻ പറ്റില്ല. കൊന്നു കളഞ്ഞാ മതിയായിരുന്നു. എന്നാൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. എല്ലാരും പറഞ്ഞു ചെക്കൻ മോശാന്ന്. കേട്ടില്ല. ഉള്ളതെല്ലാം വിറ്റ് കള്ളു കുടിച്ചു. പോട്ടെ, കുടിക്കണ കഞ്ഞിക്ക് സമാധാനം കൊടുക്കില്ല എന്ന് വെച്ചാൽ എല്ലാം സഹിച്ചവിടെ നിൽക്കുക എന്റെ കുട്ടി.
എന്താടാ നമ്മുടെ ബാർബർ കരുണനെ ഇന്നലെ കടുവ പിടിച്ച് തിന്നടാ. എത്താടാ മുഖം മാത്രം കുറച്ച് ബാക്കി വെച്ച് അവിടെ പോർച്ചുകാർ നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ഓല് അവിടെ പോർച്ചുകാര് കടുവനെ വെടിവെക്കാൻ പിന്നെ വന്നിട്ടുണ്ട്. സാർ, ആ കുടുംബത്തിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. ആകെയുള്ള ആശ്രയം അയാളായിരുന്നു. യെസ്, ഐ നോ. നാളെ ഫോറസ്റ്റ് മിനിസ്റ്റർ വരുന്നുണ്ട്. സാർ, സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം കിട്ടിയിരുന്നെങ്കിൽ. സർക്കാർ അങ്ങനെ പലതും പ്രഖ്യാപിക്കും, പക്ഷെ അതൊക്കെ ലഭിക്കാൻ ചില റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ. ഒന്നാമത്, കരുണനെ കടുവ ആക്രമിച്ചത് നമ്മളുടെ കാട്ടിൽ നിന്നാണെങ്കിലും ബോഡിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് തമിഴ്നാട് കാട്ടിൽ നിന്നാണ്. ആയതിനാൽ 2 സ്റ്റേറ്റിന്റെയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സാറേ, കാട്ടുമൃഗത്തിന്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ സാറേ. അല്ലടാ. അതെ സാറേ. അതിനാരാണ് ഉത്തരവാദി? ജനസഞ്ചാരം കാട്ടിലേക്ക് ഒഴുകുമ്പോൾ കാട്ടുമൃഗങ്ങൾ സ്വാഭാവികമായും നാട്ടിലേക്ക് ഇറങ്ങും. സർ, അവിടുന്നും ഇവിടുന്നും പിടിക്കുന്ന കടുവകളെ ഈ കാട്ടിലാണ് കൊണ്ടുവിടുന്നത്. ഇക്കാരണത്താൽ ജനങ്ങൾ രോഷാകുലരാണ്. അതുകൊണ്ട് എന്ത് കാര്യം? ഇപ്പോൾ തന്നെ ഞങ്ങളുടെ എത്ര ഓഫീസുകൾ ജനങ്ങൾ തല്ലി തകർത്തു. കോടിക്കണക്കിന് രൂപയുടെ വനസമ്പത്ത് തീയിട്ട് നശിപ്പിച്ചു. അത് ശരിയാണോ? അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഏതൊരു ആനുകൂല്യം ലഭിക്കാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അത് ഞങ്ങൾ എഗ്രി ചെയ്യുന്നു. ഇനി എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? പോകേണ്ടതൊക്കെ പോയില്ലേ? ആ കാട്ടുമുക്കിൽ പോയി കിടക്കണ്ട വല്ല കാര്യമുണ്ടോ മൂപ്പർക്ക്? അല്ല, അതെ, സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിലെ മൂപ്പരെ പേരുണ്ടായിരുന്നു. അയാള് പോയില്ല. എവിടെ പോവാനാ? 10 ലക്ഷം രൂപയും കിട്ടിയിട്ട് സ്വന്തം നാടും വീടും വിട്ട് അയാളുടെ സമയം അടുത്തുനിന്ന് കരുതിയാ മതി. ആ കുടുംബത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ പോളിയോ ബാധിച്ച് കിടക്കുന്ന ഒരു പയ്യൻ, തങ്കം പോലെ ആടിപ്പാടി നടന്നൊരു പെൺകുട്ടി, അതിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അതിലും കഷ്ടം. വിധി എന്നല്ലാതെ എന്ത് പറയാൻ? അതിന് ഞാൻ അയാളെ കുറ്റം പറയൂ? കർണാടകയിൽ നിന്ന് വന്ന ഏതോ ഒരു പുന്നാടന് ഇച്ചിരി സൗന്ദര്യവും പണവും നോക്കി ആ തങ്കം പോലുള്ള ഒരു പെങ്കൊച്ചിനെ ആ മുഴുക്കുടിയന് കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? മോനെ കേറിയിരിക്കി. ഇരിക്കാനോ സൽക്കാരെ സ്വീകരിക്കാനോ ഒന്നല്ല ഇവിടെ. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. പശുവും ചെത്തു മോരിന്റെ പുളിയെ പോയി. എന്നിട്ട് നിനക്ക് ഇറങ്ങാൻ ഇവിടത്തിൽ പണ്ടാര ഇറങ്ങാൻ തീരുമാനിച്ചോ? ഇറങ്ങി വാടി.
ഞാൻ വരുന്നില്ല. നീ വരും, നിന്നെ കൊണ്ടേന പോഴേ. ഇതൊരു മരണം നടന്ന വീടാ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അവള് വരും. മോൻ ചെല്ല്. പറയിപ്പിക്കുന്നതല്ല അമ്മ, കത്രിക കയ്യിലെടുത്ത് പരദൂഷണം മാത്രമേ വരുള്ളൂ. വായി തുറക്കുന്നു തിന്നാനും നുണ പറയാനും മാത്രമേ ഉള്ളൂ. കടുവേലടി കാണ്ട മൃഗം വന്ന് തിന്നുകൊണ്ട് എന്റെ തണ്ടനെ. അമ്മ അകത്ത് പോ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു വരില്ലെന്ന്. ഇയാള് പോ. ഇയാളോ? താലി കെട്ടിയ പുരുഷന് ഇയാളെന്നോ? വെറുതെ അല്ലടി നീ ഇവിടെ ഇറങ്ങി വരാത്തത്. അപ്പോൾ എനിക്ക് ഇവിടെ ആരുണ്ട്? എമ്മാടിത്തരം പറയുന്നോടാ. ഇയാള് പോടാ എന്റെ മുറ്റത്തുനിന്ന്. മോളെ, നീ എന്നെ അടിക്കൂടി, എന്നെ തള്ളി നന്നൊടിച്ചാലേ നീ മാറ്റി നിന്നെ സായിസ് മുടുത്തിനി. മോളെ, സ്വന്തം മോന്റെ മുടി വെട്ടാൻ അങ്ങേർക്ക് നേരില്ല. നീ കണ്ടോ ചെക്കന്റെ മുടി കിടക്കണത്? നിനക്കൊന്ന് വെട്ടിക്കൊടുത്തൂടടി. വെട്ടിയത് തന്നെ. എന്നിട്ട് വേണം നാട്ടുകാർ വിളിക്കാൻ ബാർബർ ജാനകിന്ന്. അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ എനിക്കൊരു പേരുണ്ട്, അമ്മയ്ക്ക് അറിയാലോ. बार बार जाने